2026 ഓഗസ്റ്റ് 1-ാം തീയതി. ഇപ്പോൾ ഏതാണ്ട് 11 മണി കഴിഞ്ഞിരിക്കുന്നു. പാലായിലെ കടപ്പാട്ടൂർ പാലത്തിൽ നിന്ന് ഉള്ള മീനച്ചിലാറിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇന്ന് പാലായുടെ കിഴക്കൻ ഭാഗങ്ങളിൽ, ഈരാറ്റുപേട്ട കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം അനേകം ഉരുള് പൊട്ടിയതായിട്ടാണ് അറിയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെ പല ഭാഗവും മലയിടിച്ചിലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, ശക്തമായ മഴവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമുക്കറിയാം, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് പാലായിൽ നിലനിൽക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ രാത്രിയിൽ ഇതുപോലെ വെള്ളം പൊങ്ങി വരുന്നു, വീണ്ടും മഴ തുടരുന്ന സിറ്റുവേഷനും ഇപ്പോഴുണ്ട്. അതുകൊണ്ട് പാലായുടെ പരിസരത്തൊക്കെ ആൾക്കാരെല്ലാം ഈ വെള്ളം കാണുന്നതിന് വേണ്ടിയിട്ട് പരിസരത്തൂടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണാം. അപ്പം ഏതായാലും ആറ്റിൽ നല്ല ഒഴുക്കാം, റോഡിലും നല്ല ഒഴുക്കാം. കാരണം പടിഞ്ഞാറേക്ക് വെള്ളം ഒഴുകി എത്താനുള്ള ആറ് നിറഞ്ഞല്ല കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാവരും ഈ രാത്രി കൂടി ഇനി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും പാലാ കാണാത്ത രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കത്തെ, അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. എല്ലാവരും വൈദ്യുതി ബന്ധങ്ങളൊക്കെ വീട്ടിൽ വിച്ഛേദിക്കപ്പെടും. ഈ സാഹചര്യങ്ങളെല്ലാം കണ്ട് ആൾക്കാർ പരമാവധി സുരക്ഷിതത്വം പാലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കണം. ഇഴജന്തുക്കളൊക്കെ കയറി വരാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ കൊട്ടാരമറ്റ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴേ ആറ്റിലെ ദൃശ്യങ്ങൾ എല്ലാവർക്കും പാലായിലെ വെള്ളം അല്ലെങ്കിൽ പാലായിലെ വെള്ളപ്പൊക്കത്തെപ്പറ്റി അറിയുന്നതിന് വേണ്ടി എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. ഇവിടെ ഞങ്ങളിപ്പോൾ ഈ പാലത്തെ വരാൻ തന്നെ കാരണം പ്രായമായ ഒരു അമ്മച്ചി ആ വഴിയിൽ കുടുങ്ങിപ്പോയി, വെള്ളത്തിൽ അവർ പെട്ടുപോയി. അവർക്ക് രണ്ടു വശത്തേക്കും പോകാൻ പറ്റാതെ കൈയും കാലും കുഴഞ്ഞ സാഹചര്യത്തിൽ ഈ പാലത്തിൽ നിന്ന് അക്കരെയാണ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുവാൻ വേണ്ടി ഞങ്ങൾ വന്നാണ്. വീട്ടിലേക്ക് കയറ്റി ഇവിടെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം അടുത്ത പരിപാടി ഇതോടൊപ്പം തന്നെ ഇവിടെ ഈ മഴയിലും എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രദേശത്തെ ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അവിടെ ജാസ്തി കുറച്ച് സ്ഥലം